ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ഓം സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് 25-ാം ദിവസം യുദ്ധകാണ്ഡത്തിലെ ശ്രീരാമാദികളുടെ നിശ്ചയം, ലങ്കാവിവരണം, യുദ്ധയാത്ര, രാവണാദികളുടെ ആലോചന, രാവണ കുംഭകർണ സംഭാഷണം, ഇത്രയും ഭാഗങ്ങൾ കേൾക്കാം. ആ ശാരിക പൈതലിനോട് ചാരുശീലേ ചൊല്ലു ചൊല്ലിനിയും ചാരു രാമായണ യുദ്ധം മനോഹരം എന്ന് എഴുത്തച്ഛൻ പറയുന്നു. ഇത് കേട്ട് ആ കിളിമകളും സന്തോഷത്തോടെ ഉള്ളം തെളിഞ്ഞ് എങ്കിലോ കേട്ടാലും എന്ന് പറഞ്ഞു. ഈ ശ്രീപരമേശ്വരനും ശ്രീപാർവതീദേവിയോട് ചെവി തന്ന് സന്തോഷത്തോടെ കേൾക്കാൻ പറഞ്ഞിട്ട് കഥ തുടരുകയാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മാരുതി വന്ന് പറഞ്ഞത് കേട്ട് അത്യന്തം ആനന്ദത്തോടെ പറയുകയാണ്. ഇന്നലെ ലങ്ക ചുട്ടുകരിച്ചിട്ട് വന്ന് ആ വിവരം വന്ന് ശ്രീരാമസന്നിധിയിൽ പറയുന്നിടത്താണല്ലോ നമ്മൾ അവസാനിപ്പിച്ചത്. ഇന്ന് ശ്രീരാമാദികളുടെ നിശ്ചയം എന്ന് രാമനും സുഗ്രീവനും ലക്ഷ്മണനും മറ്റുള്ള വാനരപ്പടകളും ചേർന്ന് തീരുമാനിച്ച് നിശ്ചയിച്ച കാര്യമാണ് പറയാൻ പോകുന്നത്. ആ ശ്രീരാമചന്ദ്രസ്വാമി പറയുകയാണ്, ദേവന്മാരാൽ പോലും അസാധ്യമായ കാര്യങ്ങളാണല്ലോ ഈ മാരുതി ചെയ്തിട്ട് വന്നിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധമല്ലേ എല്ലാം പ്രവർത്തിച്ചത്. 100 യോജന വിസ്താരമുള്ള സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തിയിട്ട് രാക്ഷസന്മാരെയെല്ലാം കൊന്ന് ലങ്കയും ചുട്ടുകരിച്ചിരിക്കുന്നു. ആശ്ചര്യം തന്നെ. ഭൃത്യന്മാരായാൽ ഇങ്ങനെ തന്നെ വേണം. ഇങ്ങനെയുള്ള ഭൃത്യന്മാർ ലോകത്ത് വേറെ ആർക്കും കാണില്ല. എന്നെയും സുഗ്രീവനെയും ലക്ഷ്മണനെയും ഈ സൂര്യവംശത്തെ തന്നെയും രക്ഷിച്ചിരിക്കുന്നു. ആ മാരുതി മൈഥിലിയെ കണ്ടിട്ട് വന്ന്, പക്ഷേ ആ സമുദ്രം എങ്ങനെ ചാടിക്കിടക്കും? മുതലക്കൂട്ടങ്ങൾ നിറഞ്ഞ ഇത്രയും അഗാധമായ ആ സമുദ്രം കടന്ന് ആ രാവണനെ പടയോടെ കൊന്നിട്ട് എന്നാണ് എനിക്കെൻ്റെ മൈഥിലിയെ കാണാൻ കഴിയുന്നത്? ഇങ്ങനെ ശ്രീരാമൻ്റെ ആ ചോദ്യം കേട്ട് സുഗ്രീവൻ പറയുകയാണ്, സമുദ്രത്തെ ലംഘിച്ച ആ രാവണനെ വംശത്തോടെ ഒടുക്കിയിട്ട് ലങ്കയും ചുട്ടുകരിച്ച് ദേവിയെയും കൊണ്ട് ഞാൻ ദക്ഷണ നേരം കൊണ്ട് വരുന്നുണ്ട്. ഇങ്ങനെയൊന്നും വ്യസനിക്കുകയൊന്നും വേണ്ട, ചിന്തിക്കുകയും വേണ്ട. ഇങ്ങനെ ചിന്ത എന്നത് കാര്യങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഈ കാണുന്ന വാനരപ്പടയെ ജയിക്കാൻ ആർക്കും സാധിക്കില്ല. അത്രമാത്രം ശൂരന്മാരും പരാക്രമികളുമാണിവർ. തന്നെയുമല്ല, അഗ്നിയിൽ ചെന്ന് ചാടണം എന്ന് പറഞ്ഞാലും ഇവർ മറുത്തൊന്നും പറയാതെ അഗ്നിയിലേക്ക് ചാടും. അങ്ങനെയുള്ള വിധേയത്വമുള്ളവരാണിവർ എന്ന് പറയുകയാണ്. ഈ മാരുതിയെ കടക്കാൻ എന്താണ് ഉപായം എന്ന് ആലോചിക്കൂ ശ്രീരാമ. വെറുതെ സമയം കളയാതെ ഇങ്ങനെ എപ്രകാരമെങ്കിലും ലങ്കയിൽ എത്തിപ്പെട്ടാൽ രാവണൻ മരിച്ചു എന്ന് തന്നെ വിചാരിക്കുക. 3 ലോകങ്ങളിലും ശ്രീരാമനെ എതിർക്കാൻ ആരുണ്ട്? ദിവ്യാസ്ത്ര പ്രയോഗത്താലോ സമുദ്രം വറ്റിച്ചോ അതല്ലെങ്കിൽ സേതു ബന്ധിച്ചിട്ടോ എങ്ങനെയെങ്കിലും ലങ്കയിലെത്തണം. എല്ലാം നല്ല ശകുനങ്ങൾ തന്നെയാണ്. ജയം നമുക്ക് തന്നെയാകും. ഇത് കേട്ട് ശ്രീരാമൻ മുൻപിൽ തൊഴുതു നിൽക്കുന്ന മാരുതിയോട് ചോദിക്കുകയാണ്. ഇനി ആ ലങ്കയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. അതിന് മാരുതിയോട് ചോദിക്കുന്നതാണ് ലങ്കാ വിവരണം. മാരുതി അതിന് മറുപടിയായിട്ട് അവിടുത്തെ സകല വൃത്താന്തങ്ങളും പറഞ്ഞു കേൾപ്പിക്കുന്നു. മാരുതി ഉത്തരം പറയുകയാണ്, ലങ്കാപുരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്നൊന്നൊഴിയാതെ കോട്ടകൾ, കിടങ്ങൾ, സൈന്യങ്ങൾ എല്ലാം വിവരിച്ചു തരാൻ ശ്രീരാമൻ മാരുതിയോട് പറയുന്നു. മറുപടിയായിട്ട് ശ്രീരാമനോട് മാരുതി പറയുകയാണ്, ആ സമുദ്രമധ്യത്തിൽ ത്രികൂടാചലത്തിൻ്റെ മൂർധാവിൽ ലങ്കാനഗരം മുകളിൽ ഒരു കനക വിമാനം പോലെ ശോഭിക്കുകയാണ് എന്നാണ് പറയുന്നത്. ആ ത്രികൂടാചലത്തിൻ്റെ മുകളിൽ നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാം, അങ്ങ് തെക്കോട്ട് നോക്കിയാൽ കാണാം ശ്രീലങ്ക. അപ്പോൾ ജനങ്ങൾക്ക് കാണാം കനക വിമാനം പോലെ, സ്വർണ്ണ വിമാനം പോലെ മിന്നിത്തിളങ്ങുകയാണ്. അത്ര ഐശ്വര്യ സമ്പൂർണ്ണമാണ് ലങ്ക. 700 യോജന വിസ്താരമുള്ള അതിനു ചുറ്റും സ്വർണ്ണ മതിലുകളാണ്. 4 ദിക്കുകളിലും 7 നിലകളിൽ തീർത്ത ഗോപുരങ്ങളുണ്ട്. ആ 7നും പൊങ്ങുന്ന മതിലുകളുണ്ട്. 7നും 4 ഗോപുരങ്ങൾ വേറെയും ഉണ്ട്. അങ്ങനെ ഓരോന്നിനും 4 ഗോപുര നിരകളായിട്ട് വെവ്വേറെയുണ്ട്. അങ്ങനെ ചുറ്റിലും 4 7 28 ഗോപുരങ്ങൾ.
അതിനു ചുറ്റും അത്യഗാധമായ കിടങ്ങുകളാണ്. അത് കടക്കാൻ യന്ത്രപാലങ്ങളാണുള്ളത്. കിഴക്കേ ദിക്കിലെ ഗോപുരം കാവലിന് മാത്രം 10,000 രാക്ഷസന്മാർ. ദക്ഷിണ ഗോപുരം കാവലിന് സദാ 1,00,000 രാക്ഷസന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ഉത്തര ഗോപുരത്താണെങ്കിൽ 1 കോടിയാണ് അവരുടെ സംഖ്യാ കാവൽക്കാരുടെ. അതിശക്തന്മാരാണ് എല്ലാവരും. ഇനി നടുഭാഗം കാക്കുന്നതിനായിട്ട് ഈ 4 ഭാഗത്തുമുള്ളതിൻ്റെ പകുതിയോളം പേരെ നിയോഗിച്ചിട്ടുണ്ട്. അത്രയും പേര് തന്നെ അന്തഃപുരം കാവലിനുമുണ്ട്. അതിലിരട്ടി രാക്ഷസന്മാരാണ് മന്ത്രശാലയ്ക്കു കാവൽ. മന്ത്രശാല എന്ന് പറഞ്ഞാൽ ഈ ആലോചനാ യോഗമൊക്കെ നടക്കുന്ന മന്ദിരമാണ്. ഭോജനശാല, നാടകശാല, നടപ്പന്തൽ, മജ്ജനശാല ഇവയെല്ലാം സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ലങ്കയിലെ വിവിധ തരം അലങ്കാര വസ്തുക്കളെക്കുറിച്ച് ആദിശേഷന് പോലും വർണ്ണിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ബഹുകേമമാണ്. അവിടെയെല്ലാം ഞാൻ ദേവിയെ തിരഞ്ഞു പോയതാണ്. അവസാനം എൻ്റെ പിതാവായ വായുഭഗവാനാണ് എന്നെ ദേവിയുടെ അടുത്തെത്തിച്ചത്. ദേവിയുടെ കയ്യിൽ അങ്ങയുടെ മുദ്രമോതിരം കൊടുത്തിട്ട് ചൂടാരത്നവും വാങ്ങി അങ്ങയോട് പറയാൻ അടയാളവാക്യവും കേട്ട് വാങ്ങി പുറപ്പെട്ടു. ഞാൻ പിന്നെ ഒരു അവിവേകം കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, അവിടെയുള്ള ഉദ്യാനമെല്ലാം തകർത്തിട്ട് അതിൻ്റെ കാവൽക്കാരായിരുന്ന രാക്ഷസന്മാരെയെല്ലാം കൊന്നു. രാക്ഷസ രാജാവായ രാവണൻ്റെ മകൻ അക്ഷകുമാരനെയും ഞാൻ കൊന്നു. എന്നു വേണ്ട, ആ ലങ്കാപുരത്തിലുള്ള രാക്ഷസന്മാരിൽ 4/1 സൈന്യത്തെ ഞാൻ വകവരുത്തിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. രാവിലെ തന്നെ രാവണനെ കണ്ട് മോക്ഷമാർഗം ഉപദേശിച്ചു. കോപിഷ്ഠനായ രാവണൻ ഭൃത്യന്മാരോട് എന്നെ കൊല്ലാൻ ആജ്ഞാപിച്ചു. ആ ഭൃത്യന്മാരോടും ജ്യേഷ്ഠനായ രാവണനോടും വിഭീഷണൻ ദൂതന്മാരെ കൊല്ലുന്നത്, ദൂതന്മാരെ ആരും വധിക്കാറില്ല എന്നും രാജധർമ്മം പാലിക്കണമെന്നും പറഞ്ഞതനുസരിച്ച് എന്നെ അടയാളപ്പെടുത്തി വിടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വാലിന് തീ കൊളുത്തി വിടുവാൻ രാവണൻ ആജ്ഞാപിച്ചു. അതനുസരിച്ച് എണ്ണയിലും നെയ്യിലും മുക്കിയ തുണി ചുറ്റിപ്പൊതിഞ്ഞ് എൻ്റെ വാലിനവർ തീ കൊളുത്തിയപ്പോൾ 200 യോജന വിസ്തൃതിയിലുള്ള ലങ്കാനഗരം മുഴുവനും ഞാൻ ചുട്ട് ചാമ്പലാക്കി. എന്ന് മാത്രമല്ല, അങ്ങയുടെ അനുഗ്രഹത്താൽ അവിടെ ഉണ്ടായിരുന്ന 4/1 സൈന്യത്തെയും ചുട്ടുകൊന്നു. നമ്മളിനി ഒട്ടും താമസിക്കാതെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നതാണ് ഉചിതം. യുദ്ധസന്നദ്ധരായി നമ്മുടെ മഹാപ്രസ്ഥാനം ഇപ്പോൾ തന്നെ തുടങ്ങാം. നമ്മുടെ കൂടെയുള്ള അസംഖ്യം പരാക്രമികളായ വാനരപ്പടകളോടുകൂടി സമുദ്രം കടന്ന് യുദ്ധം ചെയ്തിട്ട് ആ നക്തഞ്ചരാധിപനായ രാവണനെ കൊന്ന് അവൻ്റെ അഹങ്കാരവും തീർത്ത് ദേവിയെയും കൊണ്ട് പോരാം പ്രഭു. ഇങ്ങനെ മാരുതി പറഞ്ഞു നിർത്തുന്നു. ഇനി യുദ്ധയാത്രയാണ്. ശ്രീരാമൻ സുഗ്രീവനോട് പറയുകയാണ്, ഇപ്പോൾ തന്നെ യുദ്ധത്തിന് പോകാൻ നമുക്ക് ഒരുങ്ങാം. ശുഭമുഹൂർത്തം തന്നെയാണ്. നക്ഷത്രം ഉത്രമാണ്. അതും വിജയസൂചകം തന്നെ. എല്ലാ ലക്ഷണങ്ങളും നമുക്ക് വിജയസൂചന നൽകുന്നതാണ്. സൈന്യാധിപനായ ആ മഹാബലവാനായ നീലൻ സൈന്യത്തെ നിയന്ത്രിക്കുക. മുൻഭാഗവും നടുഭാഗവും 2 വശങ്ങളും നിയന്ത്രിക്കാൻ രംഭൻ, പ്രമാധി മുതലായ ശൂരന്മാരുടെ നേതൃത്വത്തിൽ സമർത്ഥരായവരെ നിയോഗിക്കുക. മാരുതിയുടെ കഴുത്തിലേറി മുൻപിൽ ഞാൻ, എനിക്ക് പിറകിലായി അംഗദൻ്റെ കഴുത്തിലേറി ലക്ഷ്മണൻ, സുഗ്രീവൻ എൻ്റെ അരികിലായി എപ്പോഴും ഉണ്ടാകണം. നീലൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, ബലി, മൈന്ദൻ, വിവിധൻ, സുഷേണൻ, തുങ്കൻ, നളൻ, ശതബലി, താരൻ, അങ്ങനെ പേരുകേട്ട വാനരനായകന്മാരോടുകൂടി അവരുടെ നേതൃത്വത്തിലുള്ള പടയും കൂടെ പുറപ്പെടുക. വഴിയിൽ ആർക്കും ഒരു തടസ്സവും ഉണ്ടാകാതെ നോക്കണം. എല്ലാവരും പറഞ്ഞതിന് പ്രകാരം നക്ഷത്രങ്ങളുടെ ഇടയിൽ തിളങ്ങുന്ന ചന്ദ്രനെയും അതുപോലെ പകൽ ആകാശത്തിൽ തിളങ്ങുന്ന സൂര്യനെ പോലെയും ആ ലോകനാഥന്മാർ വാനര സൈന്യത്തിന് നടുവിൽ അങ്ങനെ ശോഭിച്ചു എന്നാണ് പറയുന്നത്. അത് ശ്രീരാമനും ലക്ഷ്മണനും. വാനരപ്പടയുടെ നടുവിൽ 2 പേരും അങ്ങനെ ശോഭയോടുകൂടി വിളങ്ങി. മാലോകരുടെ ദുഃഖം തീർക്കാനായി അവർ അങ്ങനെ ലങ്കാപുരി ലക്ഷ്യമാക്കി ആർത്ത് വിളിച്ച് വേഗം വേഗം നീങ്ങിത്തുടങ്ങി. വഴിയിൽ കാണുന്ന അരുവികളിൽ നിന്നും ദാഹം തീർത്തും ഫലമൂലങ്ങൾ ഭക്ഷിച്ചും ആ ഫലമൂലങ്ങൾ ഭക്ഷിച്ച് വിശപ്പടക്കുകയും കാനനങ്ങളും പുഴകളും പർവ്വതങ്ങളും പിന്നിട്ട് അവർ ആ പർവ്വത ശരീരന്മാരായ മർക്കടന്മാർ വാനരന്മാർ ദക്ഷിണവാരധി തീരത്തെത്തിച്ചേരുകയാണ്. മാരുതിയുടെ കണ്ഠത്തിൽ നിന്നും ശ്രീരാമൻ താഴെ ഇറങ്ങി. അംഗദൻ്റെ കണ്ഠത്തിൽ നിന്നും ലക്ഷ്മണൻ താഴെ ഇറങ്ങിയിട്ട് ജ്യേഷ്ഠനായ രാമനെ വന്ദിച്ചു. ആ വണങ്ങി നിന്ന ശ്രീരാമൻ
വളരെ ദുഃഖിതനായ ജ്യേഷ്ഠനെ ആശ്വസിപ്പിക്കുകയാണ്. ഇനി അധികം താമസമില്ലാതെ ദേവിയെ കൊണ്ടുവരാൻ പറ്റുമല്ലോ, രാക്ഷസന്മാരെ വധിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ. അപ്പോഴേക്കും അസ്തമയം ആയതിനാൽ ശ്രീരാമൻ സുഗ്രീവനോട് പറയുകയാണ്, വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം. ഈ മായാവികളായ രാക്ഷസന്മാരുടെ ഉപദ്രവം എപ്പോഴും ഉണ്ടാകാം. അങ്ങനെ സന്ധ്യാവന്ദനത്തിന് ശേഷം അവർ അനന്തര നടപടിക്രമങ്ങളെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ശ്രീരാമൻ സന്ധ്യാവന്ദനത്തിന് ശേഷം ആ പർവ്വതാഗ്രത്തിൽ വിശ്രമിക്കുകയാണ്. സമുദ്രം കണ്ട് ഭീതിയോടെ മർക്കടന്മാരെല്ലാം വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത്ര അഗാധമായ സമുദ്രം, ഇതെങ്ങനെ ചാടിക്കടക്കും? മുതലകളെ കൊണ്ട് നിറഞ്ഞ ഈ സമുദ്രം, അത് അവർ നീന്തിയാണോ കിടക്കുക? എങ്ങനെയാണ് കിടക്കാൻ പറ്റുക? എങ്ങനെ ആർക്ക് സാധിക്കും ഈ സമുദ്രം കിടക്കാൻ? ഈ സമുദ്രം കടന്നു ചെന്ന് രാവണനെ എങ്ങനെ വധിക്കും? ഇങ്ങനെയെല്ലാം ചിന്തിച്ച് അവർ ശ്രീരാമസ്വാമിക്ക് സമീപം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആകാശം വളരെ ശാന്തമായിരിക്കുന്നു. നിലാവ് പരന്നൊഴുകാൻ തുടങ്ങി. ആ ചന്ദ്രനെ നോക്കി ശ്രീരാമൻ വിലപിക്കാൻ തുടങ്ങി. എല്ലാം ഈ ലോകത്തെ മനുഷ്യജാതികളെ അനുകരിക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഭഗവാന് എന്താണ് സാധിക്കാൻ പറ്റാത്തത്? ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, 3 ലോകങ്ങളും ഒറ്റ നൊടിയിടയ്ക്കുള്ളിൽ കീഴടക്കി കൊണ്ടുവരാം. പിന്നെ എന്താണ് അമാന്തം സീതാദേവിയെ കൊണ്ടുവരാൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ മനുഷ്യനാണ് ശ്രീരാമൻ ഇപ്പോൾ, ഇല്ലേ? അത് ആ മനുഷ്യർക്ക് ചേർന്ന പ്രവൃത്തികളല്ലേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ആ മനുഷ്യരെ പോലെ വിലപിക്കാൻ തുടങ്ങിയ ശ്രീരാമനാണ്. ലോകത്തെ മനുഷ്യജാതികളെ അനുകരിക്കാൻ വേണ്ടി മാത്രം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അജ്ഞാനികൾക്കുള്ള ലൗകിക ബന്ധങ്ങൾ സുജ്ഞാനികളായുള്ള ശ്രീരാമസ്വാമിയെ പോലെയുള്ളവരെ എങ്ങനെ ബാധിക്കും? ഇതെല്ലാം ദേഹം എന്നതിൽ അഹങ്കരിക്കുന്ന മൂഢന്മാർക്കുള്ളതല്ലേ? ആ പരബ്രഹ്മസ്വരൂപൻ ഇമാതിരിയുള്ള സുഖദുഃഖാദികൾ എങ്ങനെ അനുഭവവേദ്യമാകും എന്നും ഒരേ ഒരു ഭാവം മാത്രം, നിത്യം പരമാനന്ദം മാത്രം. മറ്റുള്ളവയെല്ലാം ആ ബുദ്ധിതത്വത്തിൽ നിന്നും അഹംതത്വത്തിൽ നിന്നും സംജാതമായതാണല്ലോ എന്ന് പറയുകയാണ്. ആ ശ്രീരാമചന്ദ്രൻ മഹാമോഹമായയ്ക്ക് അടിമപ്പെട്ടിട്ട് മനുഷ്യനായിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഈ ത്രിഗുണങ്ങളാൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ദുഃഖവും മറ്റും. ഈ മായയാൽ ബന്ധിക്കപ്പെട്ടവർക്ക് തോന്നുന്ന ദുഃഖം, സുഖം, അതെല്ലാം അജ്ഞാനികളുടെ വെറും തോന്നൽ മാത്രമാണെന്നാണ് പറയുന്നത്. ഈ ബ്രഹ്മാണ്ടം തന്നെ അവിടെ നിന്നാണല്ലോ, ശ്രേഷ്ഠനായ അങ്ങയിലെല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് ഈ അജ്ഞാനികൾ എങ്ങനെ അറിയാനാണ് എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇനി രാവണാദികളുടെ ആലോചന എന്നാണ് എഴുത്തച്ഛൻ പറയാണ്, അതങ്ങനെ നിൽക്കട്ടെ. അതായത് ശ്രീരാമൻ്റെയും വാനരന്മാരുടെയും കഥ അങ്ങനെ നിൽക്കട്ടെ. ഇനി ഇവിടെ ലങ്കയിൽ ഈ രാവണൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ രാവണൻ തൻ്റെ മന്ത്രിമാരെയെല്ലാം വിളിച്ചുകൂട്ടി ഈ മന്ത്രനികേതനത്തിൽ, അതായത് ആലോചനകൾ നടത്തുന്ന സഭയാണ്, മീറ്റിംഗ് കൂടുന്ന സ്ഥലം, അതാണ് മന്ത്രനികേതനത്തിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി എല്ലാവരും കൂടിയിരുന്ന് അനന്തര കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ്. അവർക്ക് കാര്യം മനസ്സിലായി. ഇങ്ങനെ ശ്രീരാമൻ വാനരപ്പടയോടുകൂടി ഉത്തര തീരത്ത്, ലങ്കയിൽ നിന്ന് നോക്കുമ്പോൾ ഉത്തരഭാഗമാണല്ലോ, അതുകൊണ്ട് അവിടെ വന്ന് തമ്പടിച്ചിട്ടുണ്ടെന്നുള്ള വർത്തമാനം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് രാവണൻ പറയുകയാണ്, ഈ ജഗത്രയം, അതായത് രാവണൻ പറയുകയാണ്, ജഗത്രയം കീഴടക്കി അജയ്യനായി വാഴുകയായിരുന്നുവല്ലോ ഈ രാവണൻ. ഇപ്പോഴാകട്ടെ ഒരു കൃമി സദൃശനായ വാനരൻ വന്ന് എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയിട്ട് പോയത്. രാവണൻ തൻ്റെ മന്ത്രിമാരെയെല്ലാം അടിയന്തരമായി ആലോചനായാഗം ചേരുവാനായിട്ട് വിളിച്ചുകൂട്ടി. ആ മന്ത്രനികേതനത്തിൽ ആ ആലോചനായോഗം നടക്കുന്ന സ്ഥലത്ത് ആതിഥേയന്മാർക്കും അസുരന്മാർക്കും സാധിക്കാത്ത പ്രവൃത്തി, ആതിഥേയന്മാർ എന്ന് പറഞ്ഞാൽ ദേവന്മാരാണ്, അസുരന്മാർ അറിയാമല്ലോ. അതായത് അതിഥിക്കും കശ്യപന് 2 ഭാര്യമാരായിരുന്നു, അതിഥിയും ദിതിയും. അതിഥിയിലുണ്ടായവരാണ് ആതിഥേയന്മാർ, ദിതിയിലുണ്ടായവർ ദൈത്യന്മാർ, അതായത് അസുരന്മാർ. അങ്ങനെ ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്. ആതിഥേയന്മാരെന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ദേവന്മാർക്കും അസുരന്മാർക്കും സാധിക്കാത്ത പ്രവൃത്തി ആ വാനരൻ ചെയ്തിട്ട് പോയത് നിങ്ങൾ കണ്ടുവല്ലോ. ആർക്കും പ്രവേശിക്കാൻ പറ്റാത്ത നമ്മുടെ ലങ്കയിൽ ഒരു വാനരൻ അതിക്രമിച്ച് കടന്നിട്ട് ആ ജാനകിയെ കണ്ടു. ശ്രീരാമ വൃത്താന്തം അറിയിച്ചിട്ട് അതും പോരാഞ്ഞ് ഉദ്യാനങ്ങൾ തകർത്ത് കളഞ്ഞു. അതും പോരാഞ്ഞ് എത്ര രാക്ഷസന്മാരെയാണ് വധിച്ചത്.
അതുമാത്രമോ, എൻ്റെ പൊന്നുമകൻ അക്ഷകുമാരൻ, അവനെയും ആ ദ്രോഹി കൊന്നുകളഞ്ഞല്ലോ. എന്നിട്ട് ഈ ലങ്കയും ചുട്ട് ഭസ്മമാക്കി. അതിനുശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ സമുദ്രം ചാടിക്കടന്നു പോയില്ലേ? നമുക്ക് ലജ്ജ തോന്നുന്നു. ഇപ്പോൾ ആ ശ്രീരാമൻ മർക്കടസേനയോടുകൂടി ആ ഉത്തരഭാഗത്ത് സമുദ്രതീരത്ത് എത്തിയിട്ടുണ്ട്. നമ്മളാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് ആലോചിച്ച് തീരുമാനിക്കാനാണ് നാം നിങ്ങളെ വിളിച്ചു കൂട്ടിയത്. രാജതന്ത്രജ്ഞന്മാരായ ബുദ്ധിമാന്മാരായ നിങ്ങൾ മന്ത്രിമാർ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചിട്ട് നമുക്ക് ഇതുവരെ ഒരാപത്തും സംഭവിച്ചിട്ടില്ല. ഇനിയും നിങ്ങളുടെ വാക്കുകൾ അനുസരിച്ച് മുന്നോട്ട് നീങ്ങാമെന്ന് നാം കരുതുന്നു. ഇവിടെ നമുക്ക് എന്താണ് നല്ലത് എന്ന് നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് തീരുമാനിക്കണം. എൻ്റെ കണ്ണുകളാകുന്നത് നിങ്ങളെല്ലാവരുമാണ്. അതായത് ഞാൻ നിങ്ങളിലൂടെയാണ് കാണുന്നത്. നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹവും അചഞ്ചലമാണല്ലോ. അതുകൊണ്ട് ഉത്തമം, മധ്യമം, അധമം എല്ലാത്തിനും 3 പരിണാമമുണ്ട്. അങ്ങനെ വരാതെ ഉത്തമം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്, മധ്യമം എന്ന് പറഞ്ഞാൽ സാധാരണ ആവറേജ്, അധമം എന്ന് പറഞ്ഞാൽ അത് ചീത്തയായിരിക്കും, നീചമായിരിക്കും അതിൻ്റെ ഫലം. സാധ്യം, അസാധ്യം, ദുസാധ്യം. ഒന്ന് സാധ്യം എന്ന് പറഞ്ഞാൽ സാധിക്കാവുന്നത്, അസാധ്യം എന്ന് പറഞ്ഞാൽ സാധിക്കാൻ പറ്റാത്തത്, ദുസ്സാധ്യം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് സാധിക്കുന്നത്. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ഉള്ളതിൽ വെച്ച് ഉത്തമമായതും സാധ്യമാകുന്നതും നിങ്ങൾ ആലോചിച്ച് തിരഞ്ഞെടുക്കാൻ മന്ത്രിമാരോട് രാവണൻ പറയുകയാണ്. ഇങ്ങനെ ഒരു സഭ കൂടിയത് ഏതായാലും ഉചിതമായി. 14 ലോകങ്ങളെല്ലാം ജയിച്ച ഭവാൻ ഇന്ന് എന്താണ് വ്യസനിച്ചിരിക്കുന്നത് എന്ന് മന്ത്രിമാർ ചോദിക്കുകയാണ്. വീണ്ടും അവർ തുടർന്നു, കേവലം ഒരു മനുഷ്യനായ രാമനെ അങ്ങ് പേടിക്കേണ്ട ആവശ്യം എന്ത്? ഇത് വളരെ ആശ്ചര്യകരമായിരിക്കുന്നു. കാലനെ യുദ്ധത്തിൽ ജയിച്ച അങ്ങയ്ക്ക് മരണഭയമോ? ഇന്ദ്രനെ യുദ്ധത്തിൽ ജയിച്ച് നമ്മുടെ കീർത്തി വർദ്ധിപ്പിച്ച ആ മേഘനാഥൻ നമ്മോട് കൂടെ ഉണ്ടല്ലോ. ആ കുബേരൻ നമുക്കറിയാം രാവണൻ്റെ ജ്യേഷ്ഠനാണ്. വൈശ്രവണനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ കുബേരനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പുഷ്പകം കൈയടക്കിയതും ഭവാൻ തന്നെയാണല്ലോ. ആ വരുന്ന ദേവനെ നിമിഷ നേരം കൊണ്ട് അതായത് ദേവന്മാരെ എല്ലാം നിമിഷ നേരം കൊണ്ട് യുദ്ധത്തിൽ ജയിച്ചതും ഭവാൻ തന്നെ. മറ്റുള്ള ദേവന്മാരുടെ കാര്യം എന്തു പറയാൻ? ആ മഹാസുരനായ മയൻ അങ്ങയെ പേടിച്ച് സ്വന്തം മകളെ തന്നിട്ട് പോയില്ലേ? മറ്റുള്ള അസുര രാജാക്കന്മാർ അങ്ങയുടെ ആധിപത്യം അംഗീകരിച്ച് കരം തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ നിസ്സാരനായ മനുഷ്യരുടെ കാര്യം പറയാൻ എന്തു പറയാനാണ്? കൈലാസപർവ്വതം എടുത്ത് അമ്മാനമാടിയത് കാരണം ആ പരമേശ്വരൻ ചന്ദ്രഹാസം തന്നെ അങ്ങേക്ക് തന്നില്ലേ? ഭൂലോകവാസികളെല്ലാം അങ്ങയെ പേടിച്ചു കഴിയുന്നു. പിന്നെന്തിനാണ് ഇപ്പോൾ വ്യസനിക്കുന്നത്? മാരുതി വന്നിവിടെ ചെയ്ത പ്രവർത്തികൾ നമുക്ക് നാണക്കേട് തന്നെയാണ്. പക്ഷേ നാം അവനെ വിട്ടയച്ചതിനാലല്ലേ അവൻ പോയത്. ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞിരുന്നുവെങ്കിൽ ജീവനോടെ അവൻ പോവുകയില്ലായിരുന്നു. അവിടുന്ന് ആജ്ഞാപിച്ചാൽ മതി. ഒരൊറ്റ മനുഷ്യജീവിയും ഒരൊറ്റ വാനരജീവിയും ഈ 3 ലോകത്തിലും കാണില്ല. ഇന്നിങ്ങനെ നാം എല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചതിന് പ്രകാരം അവരെ വകവരുത്തുന്നുണ്ട്. ഒട്ടും വ്യസനിക്കേണ്ട പ്രഭോ എന്ന് ഈ മന്ത്രിമാർ രാവണനോട് പറയുന്നു. ഇപ്രകാരമുള്ള മന്ത്രിമാരുടെ വാക്കുകൾ കേട്ടിട്ട് രാവണന് തൻ്റെ ആ മനസ്താപം അല്പം കുറഞ്ഞതുപോലെ തോന്നുകയാണ്. ഇനി രാവണൻ തൻ്റെ സഹോദരനായ കുംഭകർണനോട് സംസാരിക്കുകയാണ്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ആ കുംഭകർണന് 6 മാസം ഉറക്കവും 6 മാസവും അതുപോലെ ഉണർവുമാണ്, ജാഗ്രത അവസ്ഥ. അങ്ങനെ രാവണൻ അനുജൻ കുംഭകർണന് 6 മാസം നിദ്ര കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. വന്ന ഉടനെ ജ്യേഷ്ഠൻ്റെ സമീപത്ത് വന്ന് വണങ്ങി. രാവണൻ അനുജനെ ഗാഠഗാഠം പുണർന്ന് ഊഢമോദം പീഠത്തിൽ പിടിച്ചിരുത്തി. ഊഢമോദം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച സന്തോഷത്തോടെ എന്നേ ഉള്ളൂ. അങ്ങനെ കെട്ടിപ്പിടിച്ച് പീഠത്തിൽ പിടിച്ചിരുത്തി വളരെയധികം സ്നേഹത്തോടെ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ കുംഭകർണനുള്ളിൽ ഭയം തോന്നി. അവൻ വിചാരിച്ചു, ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്നതിൽ ഭേദം മരിച്ച് ദേവത്വം കിട്ടുന്നതാണ് എന്ന്. പക്ഷേ അത് പറഞ്ഞില്ല. ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞു, ഭവാൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭവാന്റെ സ്വന്തം പ്രാണന് തന്നെ ഹാനികരമാണ്. രാമൻ ഭവാനെ കാണുന്ന ക്ഷണം തന്നെ കാലപുരിക്ക് അയക്കും. ഒരു നിമിഷം കൂടി ഭൂമിക്ക് മുകളിൽ വെച്ചേക്കില്ല. ജീവിച്ചിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ രാമനെ തന്നെ നിത്യവും സേവിച്ചു കൊള്ളുക, ജാനകിയെ തിരികെ കൊടുക്കുക. ഭവാൻ വിചാരിക്കുന്നത് പോലെ രാമൻ മനുഷ്യനല്ല, ശ്രീ മഹാവിഷ്ണു നാരായണൻ പരബ്രഹ്മസ്വരൂപം. ആ
ഇവിടെ പിടിച്ചുകൊണ്ടുവന്നിട്ടില്ലേ, ആ സീതയാകുന്നത് സാക്ഷാൽ ശ്രീ ലക്ഷ്മി ദേവിയാണ്. ജനിച്ചത് തന്നെ ഭവാന്റെ നാശത്തിനായിട്ടാണ്. ഇനി കുറേ ഉദാഹരണങ്ങൾ പറയുകയാണ്. ശബ്ദം കേട്ട് മോഹബദ്ധരായി മൃഗങ്ങൾക്ക് ജീവനാശം സംഭവിക്കുന്നത് പോലെ. അതുപോലെ ഇങ്ങനെ രസം നമുക്കറിയാം, മെർക്കുറി നല്ല തിളങ്ങുന്ന വസ്തുവാണ്. അത് കണ്ടിട്ട് നല്ല എന്തോ തിന്നാനുള്ള വസ്തുവാണെന്ന് വിചാരിച്ച് മത്സ്യങ്ങൾ വന്ന് വിഴുങ്ങി അതിന് മരണം സംഭവിക്കും. അതുപോലെ ശലഭങ്ങൾ അഗ്നിയിലേക്ക് ആകർഷിക്കപ്പെട്ട് അഗ്നിയിൽ ചാടി മരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ജാനകിയെ കണ്ട് മോഹിച്ചതും അതുപോലെയാണെന്നാണ് കുംഭകർണൻ രാവണനോട് പറയുന്നത്. ഭവാനും ജീവനാശം ഉറപ്പായും സംഭവിക്കും എന്നറിയുക. ഞാനീ പറയുന്നതൊന്നും ജ്യേഷ്ഠന് ഇഷ്ടപ്പെടില്ല എന്നെനിക്കറിയാം. അത് മുജ്ജന്മവാസന കൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ. ജ്യേഷ്ഠനല്ലേ, നന്നായി പോണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച്. വിജ്ഞാനികൾ പോലും മനസ്സിലാക്കാത്ത വസ്തുതകൾ അജ്ഞാനികൾ എങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിച്ചിരിക്കുകയാണ്. അതായത് അറിവുള്ളവർ പോലും അപകടങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്, ആപത്തിൽ ചെന്ന് ചാടാറുണ്ട്. അതുകൊണ്ട് വെറുതെ മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ച് പറയുകയാണ് കുംഭകർണൻ. ഈ ഭവാൻ ചെയ്ത ദുഷ്പ്രവർത്തികൾ കാരണം ഇപ്പോൾ നാട്ടിലുള്ള പ്രജകൾക്കും ജീവഹാനി സംഭവിക്കുമെന്നറിയുക. ഏതായാലും ഭവാൻ രാമനെയും മറ്റു വാനരന്മാരെയും ഒടുക്കുന്നതിന് ആജ്ഞാപിക്കുക. ഞാൻ ഉടനെ തന്നെ പോയി അവരെ വധിക്കുന്നുണ്ട്. ഭവാൻ ജാനകിയോടുകൂടി വാഴുക. ഈ ദേഹം നശിക്കുന്നതിന് മുമ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേഹം നശിച്ചാൽ പിന്നെ ജീവിതമില്ല. ദേഹം നശിക്കുന്നതിന് മുമ്പ് മോഹിച്ചത് സാധിക്കുക. ഇന്ദ്രിയവശഗതനായ പുരുഷന് ആപത്ത് സുനിശ്ചിതമാണ്. ഇന്ദ്രിയവശഗതൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നത് ഈ ഇന്ദ്രിയങ്ങളാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രണമില്ലാത്തത് കൊണ്ടാണ്, ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആപത്ത് സുനിശ്ചിതം എന്ന് പറഞ്ഞത്. ഓരോ ആഗ്രഹങ്ങൾ അനുസരിച്ച് ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടി അവർ പ്രയത്നിക്കും. നേരെ മറിച്ച് ഇന്ദ്രിയ നിഗ്രഹം വന്നവന് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും. അവിടെ പറഞ്ഞിരിക്കുന്ന ഇന്ദ്രിയ നിഗ്രഹം വന്ന് എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളില്ലാതെയാകുന്നു, നിസ്പൃഹനാകുന്നു, വൈരാഗിയാകുന്നു. അങ്ങനെയുള്ളവർക്ക്, ആഗ്രഹങ്ങളില്ലാത്തവർക്ക് എങ്ങനെയാണ് സൗഭാഗ്യങ്ങൾ വന്നു ചേരുക? ഒരേ ഒരു സൗഭാഗ്യമേ വന്നു ചേരാനുള്ളൂ, അത് മുക്തിയാണ്, മോക്ഷമാണ്. പരബ്രഹ്മസ്വരൂപത്തിൽ ആ സമാധി അടയുകയാണ്. അല്ലെങ്കിൽ സാലോക്യം, സാരൂപ്യം, സാമീപ്യം, ഏതെങ്കിലും ഒന്നായിരിക്കും. ആ ഇന്ദ്രാരിയായ കുംഭകർണൻ ഇപ്രകാരം പറഞ്ഞത് കേട്ടിട്ട് ഇന്ദ്രജിത്ത് ആദരവോടെ പറയുകയാണ്, ആജ്ഞാപിച്ചാൽ ഞാൻ പോയി മനുഷ്യനായ രാമനെയും മറ്റുള്ള വാനരന്മാരെയും കൊന്നൊടുക്കി പെട്ടെന്ന് തന്നെ മടങ്ങി വരുന്നുണ്ട്. ഇപ്രകാരം രാവണനോട് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ദിവസം, നാളെ 26-ാം ദിവസം ബാക്കി ഭാഗം കേൾക്കാം. ശ്രീരാമഭക്തനും ഭാഗവതോത്തംസവുമായ വിഭീഷണൻ രാവണനോട് സംസാരിക്കുന്നതാണ് നാളെ. കുംഭകർണനോട് ഇന്ന് സംസാരിച്ചു കഴിഞ്ഞു. ബാക്കി ഭാഗത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം ആശംസിക്കുന്നു. നന്മ വരട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.